കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാം, 18 വയസ്സിൽ ഇങ്ങനെ ചെയ്യാന്നൊക്കെ. അപ്പൊ അവസാനം തീരുമാനം എടുത്ത് എനിക്ക് അച്ഛൻ എന്നുള്ള നില എനിക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എനിക്ക് ഫസ്റ്റ് ആയിട്ട് അച്ഛൻ എന്ന ഒരാള് ഇന്ന് ആദ്യം സന്തോഷായില്ലേ? ദേവുവിന്റെ 18ാമത്തെ പിറന്നാളാട്ടോ. 18 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട സമയത്ത് ആരൊക്കെയോ പറയുന്നുണ്ടേ അപ്പുട്ടിക്ക് 18 കാണാൻ ലുക്കില്ല എന്നുള്ളൂ, 18 വയസ്സായി. അതെ, അപ്പൊ അതെ 18 എന്ന് പറയുമ്പോ അങ്ങനെയല്ല, നമ്മള് പൊതുവെ പണ്ടേ പറയുന്ന ഒരു കാര്യം. ഇപ്പം പിന്നെ 18നും 20നും ഒരു കണക്കില്ല അല്ലേ ചേട്ടാ? ഇപ്പൊ 18 ആയാലും 20 ആയാലും 30 ആയാലും 35 ആയാലും ഒക്കെ കേക്ക് മുറിക്കുന്നതിനെ കൊണ്ട് 2 കൊല്ലം കഴിഞ്ഞാല് കല്യാണ പ്രായാവും അല്ലേ? ഇപ്പൊ തന്നെ കല്യാണ പ്രായമായി, കഴിപ്പിച്ചു കൊടുക്കണോ? അതെ, എന്താ വെച്ചാൽ എന്നാലും പക്ഷെ പറയണ്ട നമുക്ക് പ്രായപൂർത്തിയായി അല്ലെങ്കിൽ മെച്യൂർഡായി എന്നാണ് ഉദ്ദേശിക്കുക. 18 വയസ്സ് എന്ന് പറയുന്നത് നമുക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അവളിപ്പോ നമ്മളുടെ ശരിക്കും ചെറിയൊരു 15 വയസ്സാണ്. ബുദ്ധിമുട്ടോള് ചെറുതില്ല, പക്ഷെ നാവമ്മയ്ക്കാം. ഇപ്പൊ +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ നാവമ്മയല്ലേ അതുപോലെ അറിയാം. എല്ലാം കഴിഞ്ഞതാ, ഇനി കൊണ്ടൊരു കോഴ്സും പഠിക്കാനില്ല. ഞാൻ അല്ലാണ്ട് ഉള്ള സമയത്ത് കൂടുതൽ ഞാൻ ആഘോഷിക്കും. പിന്നെ ഇവിടേക്ക് വന്നപ്പോഴല്ലേ, ഇവിടേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ കേക്കേ കട്ട് ചെയ്തിട്ടില്ല. ഒറ്റ തവണ ഒരൊറ്റ തവണ ഞാൻ കട്ട് ചെയ്തില്ല. അല്ലാണ്ട് ഈ ഡ്രസ് വാങ്ങാൻ പോകുക, ഗിഫ്റ്റ് കിട്ടുക, സംഭവം ഈ കേക്ക് മുറിക്കലൊക്കെ ഇപ്പൊ ആണ് കുറച്ചുകൂടി പ്രാധാന്യം. അതൊന്ന് പിന്നെ കല്യാണം ഉറപ്പിച്ചേരായിരുന്നു. പിന്നെ ദേവിന്റെ ഒരു ബർത്ത്ഡേ, അതിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ചേട്ടാ? പിന്നെ ഞാൻ ഇങ്ങനെ അവിടുന്ന് ബിരിയാണി ഒക്കെ വെച്ച് കേക്കെല്ലാം ഇവർക്ക് തുടക്കത്തിലെ ചെറുപ്പത്തിലെ നിർബന്ധമായിരുന്നു കേക്ക് കെട്ടിയിൽ. പിന്നെ അതിന് ശേഷം എനിക്ക് തോന്നുന്നു 2022 ശേഷം പിന്നെ ഫുൾ 2022 ശേഷം ഞാനുണ്ടല്ലോ. ബർത്ത്ഡേ ഇഷ്ടമുള്ളവർക്ക് വാങ്ങി തരൂ, ഇഷ്ടമുള്ള ഡ്രസ് വാങ്ങി തരൂ, ഇഷ്ടമുള്ള സാധനങ്ങൾ. ബർത്ത്ഡേ വെയിറ്റ് ചെയ്യലായിട്ടോ. പിന്നെ ഗിഫ്റ്റ് വാങ്ങുക പറയുന്നതും ഒരു സംഭവമായില്ലേ. ഓണത്തിനൊക്കെ ഏച്ചിക്ക് അമ്മ ശരിക്കും പറയാന്ന് ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല. ഏച്ചിക്ക് ശരിക്കും SLCക്ക് ശേഷം ഗിഫ്റ്റുകളൊക്കെ കിട്ടി അല്ലേ? SLC പാസ്സായ സമയത്ത് അതിനപ്പോഴും സൈഷറിന്റെ കല്യാണം ഉറപ്പിച്ച സമയത്ത് നിങ്ങളെ കൊണ്ട് കൊടുത്തല്ലേ സാർ? 10ാം ക്ലാസ് പാസ്സായ സമയത്ത് അതെ അതെ വാച്ച്. പിന്നെ അതിന് ശേഷം പിന്നെ ഗിഫ്റ്റുകൾ അതുകൊണ്ട് എനിക്ക് ലൈഫ് കിട്ടിയത് ഗിഫ്റ്റ് പിന്നെ ചെയിൻ ഇതൊക്കെ അമ്മ വാങ്ങി തന്നാണ്. ലൈഫിൽ ആദ്യമായിട്ട് അച്ഛൻ എന്ന് പറഞ്ഞ ഒരാളർക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് വാച്ച്. പിന്നെ സന്തോഷായി. നമ്മളിപ്പോ എന്താ ഇന്ന് എല്ലാരും ഒരുമിച്ച് പോകുന്നത് ഭയങ്കര ഹാപ്പി. അതെ, അടിയും പിടിയും കച്ചറയും കൂടിയെല്ലാം ഇങ്ങനെയൊക്കെ ആക്കി പോവുക വരിക. അത് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാന്നെങ്കിലും ഞാനെപ്പം പറയുന്ന പോലെ തന്നെ നമ്മളെങ്ങനെ അനാവശ്യമായിട്ട് ഒന്നിനും വേണ്ടിയിട്ടുള്ള ഒന്നും വാങ്ങൂല കേട്ടോ. ഇവരെപ്പോഴെങ്കിലും ആവശ്യമുള്ളത് ആഗ്രഹങ്ങൾ പറഞ്ഞതായിരിക്കും. ബർത്ത്ഡേക്ക് എന്താ വെച്ചാൽ ആ സമയത്ത് പക്ഷെ നമുക്ക് നടക്കാത്ത കാര്യമായിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യമാണെന്ന് പറയും ബർത്ത്ഡേക്ക് വേണ്ടില്ല. പിന്നെ എല്ലപ്പോഴും നമ്മള് എന്താ നമ്മളിപ്പോ നമ്മൾ തന്നെയാണ് വാങ്ങുന്നതെങ്കിലും മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ആ ഒരു സ്നേഹം പങ്കിടാൻ വേണ്ടിയിട്ടാണല്ലോ ബർത്ത്ഡേ കൊടുക്കണല്ലോ. അതിപ്പോ ഇന്നല്ല നാളെ ആയാലും ഒരു കാര്യം ഒരു ബോധം ഉണ്ടാവണം. എനിക്ക് എന്ത് ആഘോഷം ചെയ്യുന്നതിന്റെ ഒരു അർത്ഥം അതാ. കാരണം നമുക്ക് ഇനിയും ഇവർക്ക് ഭാവിയിൽ ഏത് സമയത്തും അല്ലേ ഒരു ഇത് ഉണ്ടാവണം, കൊടുക്കണം, പറയണം, വിളിക്കണം. സ്വന്തം ബർത്ത്ഡേനോട് മാത്രം ഇവിടെ അങ്ങനെ എല്ലാരും ബർത്ത്ഡേ എല്ലാരും ഗിഫ്റ്റ് കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ട് ഗിഫ്റ്റ് കിട്ടും. അതാണ് ജയിച്ചാലോ ഫസ്റ്റ് ടൈമിൽ എനിക്ക് വാച്ച് കിട്ടിയാലോ ശരിക്കും എനിക്ക് അച്ഛൻ എന്നുള്ള നില എനിക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എനിക്ക് ഫസ്റ്റ് ആയിട്ട് അച്ഛൻ എന്നൊരാള് ഇന്ന് ആദ്യമായിട്ടാണ്. അതെ, അതെന്ന് വെച്ചാൽ നമുക്കൊരു സന്തോഷം അല്ലേ, വേറെ ഒരു ഇതല്ലേ. SLCക്ക് ആയാലും ഇവിടെ പാസ്സായ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് സൈഷറിനാടുന്ന് പിന്നെ വിളിച്ച് റിസൾട്ട് നോക്കി. ഞാനത് അന്ന് തന്നെ പാസ്സായ സമയത്ത് പറഞ്ഞ റിസൾട്ട് നോക്കി
പിന്നെ ഗിഫ്റ്റ് ആയിട്ട് വന്ന് ഇപ്പൊ വെക്കും ഉണ്ടാവുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. അച്ഛൻ എന്നുള്ള നിലയിൽ ഒരാൾ വന്ന് കൊടുക്കാനും അതിനെപ്പറ്റി അന്വേഷിക്കാനും അല്ലേ. അതെ, അപ്പൊ ഈ ഒരു സന്തോഷം അതിപ്പോ ദൈവം സഹായിച്ചിട്ട് ഇന്നും ആ ഒരു സുരക്ഷിതത്വ സ്നേഹവും ഗിഫ്റ്റും ഒക്കെ തന്നെ അല്ലേ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുമ്പോൾ അച്ഛന്റെ അമ്മേന്റെ അടുത്ത് കിട്ടുക ഒക്കെ അങ്ങനെയുള്ളതാണല്ലോ മക്കളിപ്പോ എപ്പോ ആഗ്രഹിക്കുക. എന്താ അഭിപ്രായം? ഈശ്വരനും ഉണ്ടാകിയല്ലോ കുറെ കാര്യങ്ങള്, മൂപ്പർക്കും മാറ്റങ്ങളല്ലേ. ഇപ്പൊ കുഞ്ഞുവിന്റെ സിദ്ധുവിനെല്ലാം കൂടി ഒരാളുകൂടി വന്ന് അയാൾക്കിപ്പം 18 വയസ്സായി, പ്രായപൂർത്തി. ശരിക്കും അതെ, എന്റെ ഒരു ഇത് വെച്ച് നോക്കുന്നതാണെങ്കിൽ എനിക്ക് ദൈവം വലിയൊരു കുട്ടിയായില്ലേ ശരിക്കും. അതെ അല്ലെ, ഇപ്പൊ ശരിക്കും എന്താ പറയാ, എനിക്ക് വലിയൊരു അഭിമാനം തന്നെ ശരിക്കും. പല ആൾക്കാർ എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും, ഇത്ര വലിയ കുട്ടി എങ്ങനെ നിങ്ങളായിട്ട് ഇങ്ങനെ, അത് എന്താ പറയാ, ശരിക്കും എനിക്കിപ്പോ അങ്ങനെ ഒരു മാറ്റമൊന്നും ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല. വീട്ടിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ ദേവുവിൻ്റെ ബർത്ത്ഡേ എങ്ങനെ ആകുന്നല്ലോ എന്നുള്ളൊരു ആദ്യമായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ വീട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഓരോ നിമിഷങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് മക്കളെ ആ സ്നേഹവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, അത് വല്ലാത്തൊരിതാണ് ഉള്ളില്. അത് ഉണ്ടാകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ് വാക്കുകൾ ഇങ്ങനെ ഇതായി പോവാ. സൈഹറിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാല് എങ്ങനെയാണ് ഇവളോട് എങ്ങനെ പെരുമാറുന്നുള്ളത്, അല്ലെങ്കിൽ ഇവൾ അങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നുള്ളത് ഒക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട ഒരു ഇതാണ്. പക്ഷെ എന്തോ ഇതുകൊണ്ട് ഇതുവരെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് അതിന്റെ ഒരു ഇത് ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഒരാളെ മുന്നിൽ അഭിനയിക്കേണ്ടതോ അല്ലെങ്കിൽ പഠിച്ചു വന്നിട്ട് അഭിനയിച്ച് നമ്മളെ മക്കളോട് കാണിക്കണതോ ഒന്നും ആവശ്യം വന്നിട്ടില്ല. എങ്ങനെയാ സാധാരണ വെച്ചാൽ അങ്ങനെ. പക്ഷെ ആ കൂട്ടത്തിൽ എന്താ നമുക്ക് കുറച്ചുകൂടി ഒരു ഇതായില്ലേ, രണ്ട് ഭാഗത്തുനിന്നും കൂടിയുള്ള ഒരു അച്ഛൻ അമ്മ എന്നുള്ളത് കൂടി വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇവർക്ക് ഇതാക്കണം എന്നൊക്കെയുള്ള ഒരു ഇത് കൂടി. അതെ, പ്രത്യേകിച്ചൊരു എനിക്കൊരു എന്താ പറയാ, ഒരു പെൺകുട്ടി ഇല്ല എന്നുള്ള എൻ്റെ ഒരു സംഭവം ഇവിടെ കഴിഞ്ഞു. അതെ, ഒന്ന് മതി ഇതുപോലത്തെ ഒന്ന് മതി. അപ്പൊ അതാ സത്യം. അങ്ങനെ ഈ ഒരു ഇത് രണ്ടാക്കും. പിന്നെ അതല്ല, പിന്നെ പല ആൾക്കാരും ഇങ്ങനെ ഓരോ നമ്മള് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒക്കെ പറയും, ആ അച്ഛനും മോളും തമ്മിലുള്ള ആ ഒരു സിംഗിൾ ഭയങ്കര ഒരു അതെ ഒരേപോലെ എന്നൊക്കെ പറയാം. ശരിക്കും നമുക്കത് മനസ്സിന് ഭയങ്കര ഒരു തമാശക്കാണ് പറയുന്നതെങ്കിലും നമുക്ക് മനസ്സിന്, കാരണം അത് ആൾക്കാർ നമ്മളെ ശരിക്കും അത്രയും മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതൊക്കെ ശരിക്കും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്, നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത സമയത്ത്. മനസ്സിൽ വിചാരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അതിന് ഏറ്റവും വലിയ ഈ ബർത്ത്ഡേക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരാള് പ്രായപൂർത്തി 18 വയസ്സ് ഏറ്റവും വലിയ കാര്യം. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ അച്ഛനൊക്കെ പറയുന്നു മക്കള് ഹൈസ്കൂളിൽ എത്തിയാൽ തന്നെ ഇനി ഓരോ കാര്യം കുറച്ചുകൂടെ വിവരം വെക്കുന്നതാണല്ലോ ഹൈസ്കൂളിൽ എത്തിയാൽ. അപ്പൊ നമ്മുടെ ദേവു മോളുടെ 18ാം ബർത്ത്ഡേ ആണ്. 18ാം പ്രായപൂർത്തി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാലും കേക്ക് കെട്ടിയ. ഓക്കെ, പറഞ്ഞോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി രാവിലെ തൊട്ടേ ഒരാളിങ്ങനെ ബൊക്കെ എല്ലാ സംഭവം എന്ന് പറഞ്ഞാല് ചെയ്തിട്ട് ഒരു പേപ്പറൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് മുട്ടായി ഒക്കെ വാങ്ങി വെച്ച് ഞാൻ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ മുട്ടായി ഒക്കെ വാങ്ങി നിർബന്ധമാണ് കൊടുക്കണമെന്നില്ല. അപ്പൊ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. ബർത്ത്ഡേ പറഞ്ഞോ, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലേ? കുറേ ദിവസമായി കേട്ടോ. മോള് ഒരു ആഗ്രഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചതാ. എന്തായാലും ഇപ്പൊ അതിൽ നിന്ന് കൊടുക്കാതെ ദൈവം കിട്ടുക. ഇത് ഒരു കൊല്ലം മുന്നോ എത്രയോ മുന്നേ പറഞ്ഞതാട്ടോ. ഇത് +2ന്റെ ഒരു സമയത്ത് പറഞ്ഞതാണ്. കഴിഞ്ഞ് ബർത്ത്ഡേ വരാൻ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും അത് നമുക്ക് അങ്ങ് കൊടുക്കാം അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ. ഇതാണ് സംഭവം.
ബോട്ടിന്റെ ഒരു ഹെഡ്ഫോൺ എങ്ങനെയുണ്ട്? എനിക്കിഷ്ടായി. അമ്മോ എങ്ങനെയുണ്ടെന്ന് വെച്ചേക്കില്ലേ? ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര്. ഇന്ന് ഈ എന്താ പറയാ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും ഒരു ഇത് തന്നെയാണ് അതെ. അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാല് സാധാരണ ഉള്ള പോലെ ഒരു മാറ്റം വന്നിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞാല് രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു. നമ്മള് നേരെ അമ്പലത്തിലേക്ക് അതായത് പറശ്ശിനിക്കടവിലേക്ക് പോവുകയാണ്. ആ പറശ്ശിനിക്കടവ് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് ശരിക്കും അല്ലെ. വടകര റെയിൽവേ സ്റ്റേഷനിലാണല്ലോ കേട്ടോ. നമ്മള് റെയിൽവേ സ്റ്റേഷനില് നേരെ കണ്ണൂരേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരാളത് ഇപ്പുറത്തിരിക്കുന്നുണ്ട്. ഒരു സുഖം മനസ്സിൽ അച്ഛൻ ഉറങ്ങിയിരുന്നില്ല. അച്ഛൻ ഇങ്ങനെ പിന്നെ ഉറക്കി. കൊറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാം, 18 വയസ്സിൽ ഇങ്ങനെ ചെയ്യാന്നൊക്കെ. അപ്പൊ അവസാന തീരുമാനം എടുത്ത് നമ്മള് മുത്തപ്പന്റെ അടുത്തേക്ക് മണപ്പുര പറശ്ശിനിക്കടവിലേക്ക് വരാന്ന്. അങ്ങനെ അവിടെ വന്ന് നമ്മള് ഭക്ഷണം കഴിച്ച് തൊഴുത്. തീരെ തിരക്കൊന്നുമില്ല കേട്ടോ. ഒന്ന് വർക്കിംഗ് ഡേയ്സ് ആയതിനെ കൊണ്ട് തന്നെ അല്ലേ നല്ലോണം തൊഴാനൊക്കെ പറ്റി. പിന്നെ വിചാരിച്ച് ഏതായിട്ട് ബോട്ടിൽ കയറാന്ന്. അങ്ങനെ അത് കയറിയാന്ന്. അവ പ്രായപൂർത്തിയായ ദേവപ്രിയനോട് എന്തെങ്കിലും പറയാൻ എല്ലാരും ബർത്ത്ഡേ വിഷസ് അറിയിച്ചോളൂ. എല്ലാരും ബർത്ത്ഡേ വിഷസ് കാര്യമായിട്ട് വന്നോട്ടെ. എല്ലാരും ലീവ് എടുത്താ കേട്ടോ. ഇന്ന് ലീവ് ഒക്കെ എടുത്ത് കുഞ്ഞുന്റെ ആദ്യത്തെ ലീവ് അല്ലേ? ഈ കൊല്ലത്തെ ആദ്യത്തെ ലീവാണ്. ചേച്ചിക്ക് വേണ്ടിട്ട് ലീവ് എടുത്തു അല്ലേ? സ്നേഹം ഇനിയിപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ലാസ്റ്റ് കണ്ണൂരിന്ന് ഞങ്ങളിതാ നമ്മളെ വടകര പാർക്കില് ലാൻഡ് ചെയ്തിട്ടോ. വടകര എത്തി. 7 ഒക്കെ ആയില്ലേ? 7:45 ഇനിയിപ്പം രാത്രിത്തെ ഫുഡും കൂടി ഉണ്ട്. ഫുഡ് വരാനുള്ള വെയിറ്റ് ചെയ്യലാട്ടോ. ചിക്കൻ ബിരിയാണി, പെരി പെരി മന്തി. സിദ്ധുവിന്റെയും ദേവുന്റെയും മന്തി എത്തിയിട്ടുണ്ട് കേട്ടോ. പെരി പെരി കുഞ്ഞുന്റെ ബിരിയാണി പാത്തൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ കാണാൻ. മക്കളെ അച്ചാറ് വേണ്ട ഇതിനോ? സിദ്ധു അച്ചാറ് വേണോ? അടിച്ചു പൊളിക്കുന്നുണ്ട്. സോറി. അപ്പോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ദേവുവിന്റെ പിറന്നാൾ വിശേഷങ്ങൾ. 2025 ആദ്യത്തെ പിറന്നാൾ ആഘോഷം. അപ്പൊ നിങ്ങൾ എല്ലാവരും വിഷസ് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒരുപാട് താങ്ക്സ്. അതെ, വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണല്ലേ സിദ്ധു? ആഘോഷങ്ങൾ വരാനുണ്ട്. അപ്പൊ എല്ലാരും അവസാനം വരെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ബൈ.